ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ചർച്ചയ്ക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ നിലപാടെന്ന് KN ബാലഗോപാൽ ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ അവസാനത്തെ ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. KN ബാലഗോപാലിന്റെ ക്രമപ്രശ്നം സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സതീശൻ സർക്കാർ അഴിമതിക്ക് തുടക്കം കുറിക്കുകയാണെന്നും നിയമസഭയുടെ മേലെ എക്സിക്യൂട്ടീവിനെ കൊണ്ടുവരാനാണ് ശ്രമമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സർ, അപ്പൊ ഇതിനകത്ത് ഇതിൽ കൊണ്ടുവന്നു എന്നുള്ളത് സഭയുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചു. സർ, സഭയുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഏത് ധനകാര്യ ബില്ലാണ് സാർ ഇത്രയും സീരിയസ് ആയ റേറ്റ് സംബന്ധിച്ചുള്ള ഫിനാൻസ് ബില്ല് ഏതാണ് സാർ സബ്ജക്ട് കമ്മിറ്റിക്ക് വരാത്തത്? സബ്ജക്ട് കമ്മിറ്റിക്കകത്ത് ചെറിയൊരു കാര്യം പോലെ സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള നമ്മുടെ നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിക്കകത്ത് ഒരു ബില്ല് വരാതെ നേരെ കൊണ്ടുവന്ന് സഭയിൽ കൊണ്ട് പാസ്സാക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേറ്റം തെറ്റല്ലേ സാർ? അതാണ് സാർ പ്രധാന ക്രമപ്രശ്നം. അത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ഇന്ന് വരെ ഈ അസംബ്ലിയിൽ നമ്മൾ തുടർന്ന് വന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് സാർ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 3-4 പ്രൊവിഷൻ സാധാരണക്കാളും വ്യത്യസ്തമായ ഒരു പ്രൊവിഷനോട് ചേർത്തേക്ക്. ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതെ നേരിട്ടില്ല എന്നുള്ള ഒരു തെറ്റായ പരാമർശം നടത്തേണ്ടായി. അദ്ദേഹം ധനകാര്യമന്ത്രിയായി ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബില്ലിൽ ധനകാര്യ ബില്ല് 2026 ഫെബ്രുവരി 24-ാം തീയതി അത് മുൻകൂട്ടി വച്ചിരുന്ന പിന്നീട് വച്ചിരുന്ന ധനകാര്യ ബില്ല് അത് പ്രീപോൺ ചെയ്ത് ഫെബ്രുവരി 24-ാം തീയതി സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നത് വേവ് ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ ഈ ഫെബ്രുവരി 24-ാം തീയതി ഈ സഭ പാസാക്കിയ ഫിനാൻസ് ബില്ലാണ്. പാസാക്കിയ ആള് വന്നിട്ടാണ് ഇത് വേവ് ചെയ്യാൻ പാടില്ല, സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. സാർ, എന്താണ് സാർ ഈ സഭയിൽ നടക്കുന്നത്? അദ്ദേഹം ഏറ്റവും അവസാനം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം അവതരിപ്പിച്ച ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയിട്ടില്ല. ഇവിടെ വേവ് ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതെ വേവ് ചെയ്യാനുള്ള അധികാരം ഈ സഭയ്ക്കുണ്ട്. സഭയുടെ അംഗീകാരം മേടിക്കണം. നമ്മൾ അംഗീകാരം വാങ്ങിച്ചാണ് BSCയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ഇവിടെ വന്നത്. അദ്ദേഹം ഉന്നയിച്ച ഈ ആക്ഷേപം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടില്ല എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിന് നേരെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. ഏറ്റവും അവസാനം അങ്ങനെ ചെയ്ത ആളാണ് ഈ പറയുന്നത്. മറന്നുപോയി. നിയമസഭയുടെ മേലെ എക്സിക്യൂട്ടീവിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. അപ്പോൾ അതിലൂടെ വലിയ തോതിലുള്ള അഴിമതിക്ക് അവസരമൊരുങ്ങും എന്നതാണ് നാം കാണേണ്ടത്. സൈഫ് സേനാബ്ദീൻ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സൈഫ്, ഈ ധനബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റ് ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ ഒരു ആകെത്തുക? തങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരുകൾ ചെയ്ത കാര്യത്തിന് അപ്പുറത്തേക്ക് കടന്ന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാറ്റഗറി തീരുമാനിച്ചത് നിങ്ങളാണ്, അതിന്റെ നികുതി ഘടന മാത്രമാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ് VD സതീശൻ അവിടെ ചെയ്തത്. അതുപോലെ തന്നെ സബ്ജക്ട് കമ്മിറ്റി ആയിരുന്നു ഇന്നത്തെ ക്രമപ്രശ്നമായി വന്നത്. അനീഷ, അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഇത് കേരളത്തിന്റെ നിയമസഭയിൽ അങ്ങനെ അത്യപൂർവമായി കാണുന്ന കാഴ്ചയാണ്. എന്ത് ചെറിയ വിഷയങ്ങളുണ്ടെങ്കിലും അത് ഫിനാൻസ് ബില്ലിന്റെ ഭാഗമാക്കുന്നുണ്ടെങ്കിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവന്ന് സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് അത് നിയമസഭയുടെ പരിഗണനയിൽ കൊണ്ടുവന്ന് അത് പാസ്സാക്കുന്നത്. ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. പിന്നീടുള്ള കാര്യങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷം അവിടെ സ്വീകരിച്ചത്. അതിന് മറുപടി എന്നോണമാണ് മുഖ്യമന്ത്രി VD സതീശൻ അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത്, അതായത് ഫെബ്രുവരി മാസം 24-ാം തീയതി KN ബാലഗോപാൽ ധനമന്ത്രിയായിരുന്ന അവസാന സമയത്ത് ആ ധനബിൽ, ആ ഫിനാൻസ് ബിൽ അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിൽ വന്ന ശേഷമാണോ ഇവിടെ കൊണ്ടുവന്ന് പാസ്സാക്കിയത് എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വിശദമായി തന്നെ രണ്ടാമത്തെ മറുപടിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല.
അവർ അത് ചെയ്തിട്ടില്ല, അവർ ചെയ്യാതെയാണ് ഈ വിമർശനം ഇവിടെ ഉന്നയിക്കുന്നതെന്ന വാദം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. എന്തായാലും നികുതി ഘടന തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മദ്യവിൽപ്പന നടക്കില്ല, അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിൽ കൊണ്ടുവന്നില്ല എന്ന് പറയുന്നതിനകത്തും ചില വസ്തുതാപരമായ വിഷയങ്ങൾ കാര്യോപദേശക സമിതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ഈ വിഷയം അത് ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആൾ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാകത്തില്ലേ എന്നുള്ള ചോദ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. അനീഷ. ശരി, സൈഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകി.